ഞാനിന്ന് എന്റെ ഭാഷ ഞാൻ കുറച്ച് മോശമാക്കാൻ തന്നെ തീരുമാനിച്ചതാണ് ഈ ഒരു വിഷയത്തിലായതുകൊണ്ട്. കാരണം അപ്പുറത്ത് നിൽക്കുന്ന ആള് സന്ദീപ് വാര്യര് എന്ന് പറയുന്ന ആളായതുകൊണ്ട് ഇന്ന് എന്റെ ഭാഷ മഹാമോശം തന്നെയാണ്. അങ്ങനെ മോശമാണെങ്കിൽ നിങ്ങളൊന്ന് സഹിക്കുക. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇതൊരു ദേശീയ പാർട്ടിയാണ്, മതേതര പാർട്ടിയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പാണക്കാട് തങ്ങളുടെ കാലിന്റെ ഇടയിൽ പോയിരിക്കുന്നത്? ഇനിയിപ്പോ നിങ്ങൾക്ക് അവിടെ വെച്ചിട്ട് ഇന്നിപ്പോ സുന്നത്ത് കർമ്മം കൂടി നടന്നിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോ സാധാരണ സുന്നത്തൊന്നും കുട്ടികളുടെ പിടിച്ചിട്ട് പിന്നെ ചെത്തുന്ന പോലെ ഒന്നും ചെത്താൻ പറ്റില്ല. കാരണം വാര്യരുടെ അവിടുന്നൊക്കെ കൈവിട്ടു പോയതാണ്. അപ്പൊ വാര്യരുടെ ഒക്കെ ഇനി വല്ല മുട്ടിയിലും വെച്ച് ചെത്തേണ്ടി വരും. പാടുണ്ട്, ഒരുപാട് പണിയുണ്ട്. ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ആ പാർട്ടിയുടെ ഗതികേട് പാണക്കാട് തറവാടിന്റെ പാണക്കാട് തങ്ങളുടെ കാലിന്റെ ഇടയിൽ പോയി ഇരുന്നില്ലെങ്കിൽ പാർട്ടി ഒന്നുമല്ല. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന വർഗീയ പാർട്ടി, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന വർഗീയ പാർട്ടി, പേരിൽ തന്നെ വർഗീയതയുള്ള, ഞാൻ ചോദിക്കുന്ന മുസ്ലിം ഉള്ള ആൾക്കാർക്ക് വർഗീയത ഇല്ലെങ്കിൽ പിന്നെ പാർട്ടി പേരിൽ എന്തിനാണ് മുസ്ലിം? അപ്പൊ മുസ്ലിം വർഗീയ പാർട്ടി തന്നെയാണ്. ആ മുസ്ലിം എന്ന് പറയുന്ന വർഗീയ പാർട്ടിയുടെ തലസ്ഥാനമായ പാലക്കാട് തങ്ങളുടെ കാലിന്റെ ഇടയിൽ പോയി ഇരിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ ഈ സാധനം മതേതരം മതേതരം എന്ന് പറഞ്ഞിട്ട് ഈ പൊന്ന് സന്ദീപ് വാര്യരെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ നാണം കെടല്ലേ? നിങ്ങൾ ഇന്ന് അവിടെ സുന്നത്തിന് പോയിട്ട് വലിയ അഭിമാനത്തോട് കൂടിയിട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ, നാടിന്റെ മതേതരത്വം പുഴുങ്ങി തിന്നാനാ ഞാൻ ഇവിടെ വന്നത്, നാടിന്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന മുസ്ലിം ലീഗിന്റെ കാലിന്റെ ഇടയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗിക്കുന്നുണ്ടല്ലോ. തനിക്ക് ചത്തൂടെടോ പോയിട്ട്. എടോ പൊന്നു വാര്യരെ, ചത്തൂടെ പോയിട്ട് ഇതിനേക്കാളും. താൻ തന്റെ ഇഷ്ടപ്പെട്ട പിന്നെ രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുത്തോ. നമുക്ക് അതിലൊന്നും യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ല. ഷൈനി മധുസൂദന്, ഈ ഒരു ചേച്ചിനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ ഈ ചേച്ചിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ സുന്നത്ത് ചേച്ചി എന്നാണ്. അതെന്താ വെച്ചപ്പോൾ ഈ ചേച്ചി ഇപ്പോൾ എന്താണ് ഭയങ്കര സങ്കടത്തിലാണ്. അതെന്താണെന്ന് വെച്ചപ്പോൾ ഒരാളപ്പോൾ സുന്നത്ത് ചെയ്യാൻ കിട്ടിയിട്ടില്ല. ഈ ചേച്ചി എന്ന് പറഞ്ഞാൽ BJPയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു ചേച്ചിയാണ്. പക്ഷേ ഇവരെ പാർട്ടിയിൽ നിന്ന് ഒരു സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇപ്പം എന്താണ് വേറൊരു പാർട്ടിയിലേക്ക് പോയിക്കാണ്. അപ്പോൾ അത് ഭയങ്കര സങ്കടത്തിൽ നിൽക്കണം. ഇപ്പോൾ ഈ ചേച്ചി ഭയങ്കര മോങ്ങലാണ്, ഭയങ്കര കരച്ചിലാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള കുറേ തീട്ടങ്ങളാണ്, ഭയങ്കര കരച്ചിലാണ്, ഭയങ്കര സങ്കടമാണ്. പക്ഷെ അവർ പറയണത് എന്താണോ, നീയൊന്ന് എന്താണ് നമ്മുടെ പാർട്ടിയിൽ നിന്ന് പോയത് കൊണ്ടൊരു പ്രശ്നമില്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറയണത്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സങ്കടമാണ് ഇവർക്കൊക്കെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ചേച്ചിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സന്ദീപ് എന്ന് പറയുന്ന വ്യക്തിൻ്റെ സുന്നത്ത് ചെയ്യാൻ കിട്ടിയിട്ടില്ല. അതാണ് ഇപ്പോൾ ഈ ചേച്ചിൻ്റെ ഏറ്റവും വലിയ സങ്കടം. കാരണം എന്താ വെച്ചാൽ ഈ ചേച്ചി എല്ലാവരും അളവും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കണതാണ്. ആരൊക്കെ എങ്ങനെയൊക്കെ എവിടെയൊക്കെ വെച്ചിട്ട് സുന്നത്ത് നടത്തണം, ഏതൊക്കെ എന്താണ് മറ്റേ പറയുക മിഷനറി, അതായത് ആയുധങ്ങൾ വെച്ചിട്ട് ആരൊക്കെ ഏതൊക്കെ തരത്തിൽ എന്താണ് സുന്നത്ത് ചെയ്യണം എന്നൊക്കെ പഠിച്ച വ്യക്തിയാണ് ഇപ്പോൾ ഈ ചേച്ചി. അപ്പോൾ സന്ദീപ് ഇപ്പോൾ BJP വിട്ടപ്പോൾ ഈ കോൺഗ്രസ്സിൽ ചേർന്നപ്പോൾ അതിന് ശേഷം ഈ പാണക്കാട് തറവാട്ടിൽ പോയി അല്ലെങ്കിൽ തങ്ങന്മാരെ കണ്ടപ്പോഴൊക്കെയാണ് ഈ ഒരു ചേച്ചിക്കൊക്കെ കൂടുതലായിട്ട് കരച്ചിൽ. അതായത് ഇനി സുന്നത്ത് കഴിക്കാൻ ഇനി ആ തറവാട്ടിക്ക് പോയി തറവാട്ടിൽ പോയിട്ട് സുന്നത്ത് കഴിച്ചിട്ട് വായെന്നൊക്കെയാണ് ഇപ്പോൾ ചേച്ചി പറയണത്. ചേച്ചിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഈ സന്ദീപിൻ്റെയൊക്കെ അലിഖിതമായിട്ടുള്ള ഒരുപാട് ആൾക്കാരൊക്കെ അളവും കാര്യങ്ങളൊക്കെ എടുത്ത് മുട്ടിയൊക്കെ റെഡിയാക്കിയിട്ട്, കാരണം ചേച്ചി തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ സന്ദീപിൻ്റെ ഇപ്പോൾ സുന്നത്ത് കഴിക്കണമെങ്കിൽ ഇപ്പോൾ സാധാരണ ചെയ്യണ പോലെ ഒന്ന് ചെയ്താൽ പോരെ, ഇനിയിപ്പോൾ മുട്ടിയൊക്കെ വന്ന് മേടിച്ചിട്ട് മുട്ടിയുമൊക്കെ കൊണ്ടുപോയി കൊത്തണം എന്നൊക്കെയാണ് ചേച്ചി പറയണത്. അപ്പോൾ ചിലപ്പോൾ ഈ ചേച്ചി ചിലപ്പോൾ മുട്ടിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടാവും ഇതുപോലെ എന്താണ് ഈ സുന്നത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പോൾ ചേച്ചിയുടെ പണി ഇപ്പോൾ അതാണല്ലോ, സുന്നത്ത് കഴിപ്പിച്ചു കൊടുക്കലാണല്ലോ ഇപ്പോൾ ചേച്ചിയുടെ മെയിൻ പണി. കാരണം മൂപ്പത്തേര് ഇപ്പോൾ കേരളത്തിലില്ലെങ്കിലും ഇപ്പോൾ വേറെ ഏതൊക്കെ രാജ്യത്ത് ഇരുന്നിട്ടാണല്ലോ ഇപ്പോൾ ചേച്ചി ഇങ്ങനെ പറയണത്. അപ്പോൾ സന്ദീപ് ഇപ്പോൾ വേറൊരു സ്ഥലത്ത് കൊണ്ടിട്ട് സുന്നത്ത് കഴിച്ചതിൻ്റെ സങ്കടമാണ് ഇപ്പോൾ ഈ ചേച്ചി എന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് പറയണത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ BJP എന്നൊക്കെ ഇനി ആരെയൊക്കെ പുറത്തേക്ക് പോകാൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ പാർട്ടികളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ഈ ചേച്ചിനെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നിങ്ങളുടെ അളവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചേച്ചിക്ക് വ്യക്തമായിട്ട് അറിയും. അപ്പോൾ അതൊക്കെ പബ്ലിസിറ്റി ചെയ്യും. കാരണം ഇതേമാതിരി തന്നെ അടുത്ത ഈ ലൈവിലൊക്കെ വന്നിട്ട് നിങ്ങൾ ആരെങ്കിലൊക്കെ വേറെ ഏതെങ്കിലും പാർട്ടി തിരഞ്ഞെടുക്കുമ്പോൾ ഈ ചേച്ചിനെ സൂക്ഷിക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം എല്ലാവരും അളവ് കറക്റ്റായിട്ട് അറിയുന്ന ആളാണ് ഇപ്പോൾ ഈ ഒരു ചേച്ചി. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ചേച്ചിക്ക് എന്താണ് സങ്കടം നിർത്താൻ പറ്റായിട്ട് ഇപ്പോൾ എന്താണ് ഇത്രയും നേരം നമ്മളെ സന്ദീപ് വാര്യരെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്നിട്ടും സങ്കടം തീർക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ നേരെ എന്താണ് പാണക്കാട് തങ്ങന്മാരെ നെഞ്ഞത്തേക്ക് കയറാൻ നിൽക്കുകയാണ് ഈ ചേച്ചി. പിന്നെ പറയണൊക്കെ ഈ തങ്ങന്മാരെ കുറിച്ചിട്ടാണ് ഈ ചേച്ചിയുടെ ഒക്കെ സംസാരം. മതേതരം പുഴുങ്ങി തിന്നണ്ടേ, അല്ലെങ്കിൽ SNDPയുടെ നടേശനെ കാണണ്ടേ? അപ്പൊ അവിടെ മതേതരം വേണ്ടേ? പാണക്കാട് തങ്ങളെ മാത്രം കെട്ടിപ്പിടിച്ചാൽ മതിയോ? മതേതരം പുഴുങ്ങി തിന്നുന്നതിനാണെങ്കിൽ ഈ പറയുന്ന സുകുമാരൻ നായരെ കാണാൻ പോണം, സുകുമാരൻ നായരെ കാണാൻ പോയില്ല. അല്ലെങ്കിൽ SNDPയുടെ നടേശനെ കാണാൻ പോണം, നടേശനെയും കാണാൻ പോയില്ല. ഈ പാണക്കാടിന്റെ കാലിന്റെ ഇടയിലേക്ക് മാത്രം പോകുന്നതിന്റെ രഹസ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് പറയുന്നു മതേതരത്വം. അതിന് പറയുന്ന പേരാണ് മതേതരത്വം.
പാണക്കാട് തങ്ങളെ കാണാൻ പോയിട്ട് ഈ കേരളത്തിന്റെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ മതേതരത്വം മുഴുവൻ ഇരിക്കുന്നത് പാണക്കാട് തങ്ങളുടെ ഒടപ്പനക്കൽ തറവാടിന്റെ കാലിന്റെ ഇടയിലാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കാനായിട്ട് തനിക്ക് വിശ്വസിച്ചാൽ മതി, നമുക്ക് നമ്മളെയും കൂടി വിശ്വസിപ്പിക്കേണ്ട ആവശ്യമില്ല. ഉണ്ടാക്കിയ തന്തയെ മാറ്റി പറയുന്ന തനിക്കൊക്കെ തൂങ്ങി ചത്തൂടേടോ ഇതിലും ഭേദം. ഇന്നലെ വരെ തന്റെ തന്ത പട്ടാളക്കാരനായിരുന്നു, ഇന്ന് വന്നിട്ട് പറയുന്നു തന്റെ തന്ത പാണക്കാട് തങ്ങളാണെന്ന്, നാളെ പറയും താൻ വേറൊരാളാണെന്ന്. ഒരു അസ്തിത്വം വേണ്ടേ വാര്യരെ? ഒരു മനുഷ്യൻ എന്ന നിലയില് ഞങ്ങളെ പോലുള്ള ഒരുപാട് അണികള്, ഞങ്ങളെ പോലുള്ള ഒരുപാട് ആരാധകര് തന്നെ ബഹുമാനിച്ചിരുന്നു, സ്നേഹിച്ചിരുന്നു. ആ ഞങ്ങളെയൊക്കെ നിരാശപ്പെടുത്തി കളഞ്ഞല്ലോ വാര്യരെ. ഒരൊറ്റ നിമിഷം കൊണ്ട് മലക്കം മറിഞ്ഞിട്ട് പാണക്കാട് വാപ്പയാണ് തന്റെ വാപ്പ എന്ന് പറഞ്ഞപ്പോ തന്റെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന തന്ത അയാളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. സ്വന്തം ഉണ്ടാക്കിയ തന്തയോടോ തള്ളയോടോ തനിക്ക് എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ, എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ്, താനൊക്കെ ഭൂമിക്ക് തന്നെ ഭാരമാണ്. അന്തസ്സും ആത്മാഭിമാനവും ഇല്ലാത്ത താനൊക്കെ ഭൂമിക്ക് തന്നെ ഭാരമാണ്. നാണക്കേട് തോന്നുക, നാണക്കേട്. അയ്യേ മനുഷ്യനാണെന്ന രീതിയിൽ. എന്നിട്ട് ഒരൊറ്റ രാത്രി കൊണ്ട് കുറെ പേരുടെ കഴുത്തിലും തൂങ്ങി നടന്നിട്ട് ഈ ലോകത്തിന് മുഴുവനും, ഈ ലോകത്തിന് ആരാധ്യനായ നമ്മുടെ പ്രധാനമന്ത്രിയെ വരെ കുറ്റം പറയുന്ന തന്റെ പുഴുത്ത നാക്കുണ്ടല്ലോ. എന്റെ പൊന്ന അമ്മച്ചിയെ, ഈ സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞ ആളിപ്പോൾ BJP വിട്ടു. അതായത് നിങ്ങളെ പാർട്ടി വേണ്ട എന്ന് പറഞ്ഞ് ഇട്ടെറിഞ്ഞ് ഓടി. അയാൾ കണ്ടം വഴി ഓടിക്കാണ്, BJP പാർട്ടി വേണ്ട എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആ വ്യക്തി വേറൊരു പാർട്ടി തിരഞ്ഞെടുത്തു, അതായത് കോൺഗ്രസ് തിരഞ്ഞെടുത്തു. കോൺഗ്രസ്സിൽ കയറിയതിന് ശേഷം ആ ഒരു വ്യക്തി എവിടെയെങ്കിലും പോയിക്കോട്ടെ, പാണക്കാട് തങ്ങന്മാരുടെ അടുത്തേക്കോ അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും പോയിക്കോട്ടെ, അത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ്. അയാളുടെ ഇഷ്ടങ്ങൾക്കൊക്കെ നിങ്ങളെന്തിനത് അയാൾ അവിടെ പോയതിന് കുറ്റം പറയാല്ലേ, അയാൾ ഇവിടെ പോയതിന് കുറ്റം പറയണ്, നിങ്ങളിങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കണം എന്താണ്? ഇതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ പാർട്ടി അല്ലെങ്കിൽ നിങ്ങളെ പാർട്ടിയിലുള്ള ചില ആൾക്കാരൊക്കെ എന്താണ് വിയോജിപ്പ് കാണിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇമാതിരി വർഗീയതല്ലേ നിങ്ങൾ പറയണത്, അല്ലെങ്കിൽ ഇമാതിരി വിഷം ചീത്തല്ലേ നിങ്ങൾ ഈ കാണിക്കണത്. കാരണം എന്ത് പറഞ്ഞാലും വർഗീയത. എന്നിട്ട് വെറും മുസ്ലിങ്ങളെ നെഞ്ഞത്ത് മാത്രം കയറുക. ഈ മുസ്ലിങ്ങളെ, അതായത് നിങ്ങൾക്ക് എടുത്ത് പറയേണ്ടത് മുസ്ലിമിൻ്റെ നെഞ്ഞത്ത് കയറാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുന്നത്. ആ സന്ദീപ് വാര്യർ ഇപ്പോൾ നിങ്ങളെ പാർട്ടി ഇട്ടെറിഞ്ഞ് ഓടിയിട്ട് ഇപ്പോൾ ഈ കോൺഗ്രസ്സിൽ പോയിട്ട് തങ്ങന്മാരത്തൊക്കെ പോയിരുന്നോട്ടെ, അത് അയാളൊരു സൗഹൃദം. അതല്ലെങ്കിൽ അയാൾക്ക് മറ്റുള്ളവരുടെ ഇടയിൽ ഇടപഴകാനും അതുപോലെ തന്നെ ഇതുവരെ ചെയ്ത് കൂട്ടി അല്ലെങ്കിൽ ഇതുവരെ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ അയാൾ മറന്നിട്ട് എല്ലാ സൗഹൃദത്തോടു കൂടി മതസൗഹാർദ്ദത്തോടെ നടന്നു പോകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇനി മുമ്പോട്ട് നല്ലൊരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരിക്കും ഇയാൾ പല ആൾക്കാരും പോയി കാണുന്നതും അവരോട് പോയിട്ട് സൗഹൃദം കൂട്ടുന്നതൊക്കെ. അതിനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെതിരൊക്കെ ആയിട്ട് എന്തിനാ നിങ്ങളിങ്ങനെ എവിടെയൊക്കെ ഇരുന്ന് ഏതെങ്കിലുമൊക്കെ റൂമിലിരുന്നിട്ട് ഇങ്ങനെ വിഷം ചീറ്റണ എന്തിനാ? മറ്റേ ഇതുപോലെ വിഷം ചീറ്റിയ വേറെ ഇരുന്നുണ്ടായിരുന്നു, VK ബൈജു എന്ന് പറയുന്നത്. അയാൾ പിന്നെ കക്കൂസിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ടാണ് ഈ വീഡിയോ എടുക്കൽ. കാരണം ദാഹിക്കുമ്പോൾ നേരെ ക്ലോസറ്റിൽ പോയി നക്കണു, എന്നിട്ട് നക്കിയതിന് ശേഷം പിന്നെയും എന്താണ് ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് വീണ്ടും ഈ തീട്ട വർത്താനം ഇങ്ങനെ പറയുന്നു. അതുപോലെ തന്നെ എന്തിനാണ് ചേച്ചി ഇങ്ങനെ വിഷം ഇങ്ങനെ ചീറ്റിയും കൊണ്ടിരിക്കുന്നത്? ഇതുകൊണ്ട് തന്നെയാണ് ഈ BJP എന്ന് പറഞ്ഞ പാർട്ടി എവിടെ എത്താത്തത്. അതെന്താന്ന് വെച്ചാൽ ഇതുപോലുള്ള കുറേ എണ്ണം ഈ വർഗീയത ഇങ്ങനെ പറഞ്ഞിട്ട് എന്താണ് ഈ BJPയിലും നല്ല ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും എല്ലാം പറയണത് BJPയിൽ വർക്ക് ചെയ്യണ ചില ഇതേമായിട്ടുള്ള നായ്ക്കാട്ടങ്ങൾ. കാരണം ഇങ്ങനെ വർഗീയ വിഷം നാട്ടിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പും കാര്യങ്ങളും വർഗീയത മതസൗഹാർദ്ദത്തിൽ കൂടി പോണ നമ്മുടെ ഈ സംസ്ഥാനത്തിനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് വെറും വർഗീയത ഉണ്ടാക്കാൻ നടക്കുന്ന കുറേ എണ്ണം ഉണ്ട്. ഇതേമാതിരത്തെ കുറേ എണ്ണം. ഇപ്പോൾ ഈ ഷൈനിനെ പോലെയുള്ളത്, അതേമാതിരി VK ബൈജുവിനെ പോലെയുള്ളവർ, പിന്നെ അതുപോലെ കുറേ എണ്ണം ഉണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഓണാക്കി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കയറി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുറേ എണ്ണത്തിന് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു ഇത് കൊണ്ട് തന്നെയാണ്, ഇതുപോലെയുള്ള കുറേ തീട്ടങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് BJP എന്ന് പറഞ്ഞ ആ ഒരു പാർട്ടി എവിടെ എത്താത്തത്. കാരണം ഇനി എവിടെ എത്താനും പോണില്ല. ഇങ്ങനെയുള്ള കുറേ എണ്ണം ഈ ഒരു പാർട്ടിയിലുണ്ടെങ്കിൽ ഈ ഒരു പാർട്ടി എവിടെ എത്താനൊന്നും പോണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇമാതിരി തോന്നിവാസമല്ല ഇപ്പോൾ ഈ ഷൈനി എന്നൊക്കെ പറയുന്ന ആൾ വിളിച്ചു പറയണത്. എമ്മാതിരി വർത്താനാണ് ഈ പറയണത്. കാരണം ഒരാളെ പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങളെ പാർട്ടിയിൽ നിന്ന് പോയിക്കണമെങ്കിൽ ഇങ്ങനെ ഒരാളെ കുറിച്ചിട്ട് ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? പിന്നെ നിങ്ങൾ പറയുന്നു ഈ സന്ദീപിനെ കുറിച്ചിട്ട് ഒരുപാട് രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ വിളിച്ചു പറയും, അതല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ടെന്നൊക്കെ നിങ്ങളിങ്ങനെ പറയുന്നു. ഈ രഹസ്യങ്ങളും കാര്യങ്ങളും അതല്ലെങ്കിൽ നിങ്ങളെ ഈ പാർട്ടിയിൽ ഈ സന്ദീപ് എന്ന് പറയുന്ന ആൾ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ഒരു സന്ദീപിനെ നിങ്ങളെ പാർട്ടിയിൽ ഇങ്ങനെ പിടിച്ചു നിർത്തിയത്? നിങ്ങൾ ആ സന്ദീപ് എന്ന് പറയുന്ന ആളെന്താണ് നിങ്ങൾ ഈ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കേണ്ടിയിരുന്നു. നിങ്ങൾ ഈ സന്ദീപിനെ എന്തിനാണ് നിങ്ങളെ പാർട്ടിയിൽ പിടിച്ചു നിർത്തിയത്? അപ്പോൾ ആളെ നിങ്ങൾക്ക് വേണേനും അയാളുണ്ട് പുറത്തേക്ക് പോയപ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ പാർട്ടി വിട്ട് വേറൊരു പാർട്ടിക്ക് കയറിയപ്പോൾ നിങ്ങൾക്ക് അവനെ വേണ്ടാതായില്ലേ?
പിന്നെ വേറെ കുറേ ആൾക്കാർ പലതും പറഞ്ഞിട്ടുണ്ട് ഈ സന്ദീപിനെ കുറിച്ചിട്ട്, സന്ദീപ് അങ്ങനെയാണ്, സന്ദീപ് ഇങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ പിന്നെ പാർട്ടി അധികം ഒരു എന്താണ് രാഷ്ട്രീയത്തിൻ്റെ ലെവലിൽ എടുക്കുക. പക്ഷേ എങ്കിൽ പോലും ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ എന്താണ് സന്ദീപിൻ്റെ സുന്നത്തിനെ കുറിച്ചിട്ട്, സന്ദീപിൻ്റെ ഇതിൻ്റെ വലുപ്പത്തിനെ കുറിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ചേച്ചി ഷൈനി എന്ന് പറയുന്ന വ്യക്തി എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ. ഈ വായ തുറന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഇങ്ങനത്തെയൊക്കെ പാർട്ടിനെ ആൾക്കാർ ഉൾക്കൊള്ളുക? കാരണം വെറും വിഷം മാത്രമല്ലേ ചീറ്റുന്നത്.